കണ്ണോത്ത് കരുണാകരന്മാരാർ കെ കരുണാകരൻ എന്ന ലീഡർ 1918 ജൂലൈ 5-നാണ് വടകരയിൽ, കണ്ണൂർ ജില്ലയിലെ വടകരയിൽ ജനിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തട്ടകം തൃശ്ശൂരാണ്. ഒരു കാലഘട്ടത്തിൽ കരുണാകരൻ എന്ന് പറഞ്ഞാൽ മാള, മാള എന്ന് പറഞ്ഞാൽ കരുണാകരൻ. മാള എന്നെ ചതിക്കില്ല, കരുണാകരൻ്റെ ഏറ്റവും വലിയ ആ ഇലക്ഷൻ കാലത്തെ ഏറ്റവും വലിയ വാർത്തയാണ്. മാളക്കാരോട് കരുണാകരൻ പറയുന്നൊരു വാക്കുണ്ട്: എനിക്ക് എപ്പോഴും ഇവിടെ വന്ന് തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കാൻ, എനിക്ക് എല്ലാ വേദികളിലും വന്ന് പ്രസംഗിക്കാൻ കഴിയില്ല, എല്ലാ വീടുകളിലും എനിക്ക് വരാൻ കഴിയില്ല. കാരണം ഞാൻ സംസ്ഥാനം മുഴുവൻ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എനിക്കതിൻ്റെ ചുമതലയുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ സംസ്ഥാനത്ത് എല്ലായിടത്തുമ്പോൾ ഇവിടെ ഒരു വീട്ടിലും വരില്ല, പക്ഷേ നിങ്ങൾ വോട്ടിഞ്ഞിട്ടേക്കണം എന്ന് പറയും. അത് തന്നെ അക്ഷരാർത്ഥത്തിൽ മാളയിലെ ആളുകൾ അത് അനുസരിക്കുമായിരുന്നു. കരുണാകരൻ എന്ന് പറയുന്ന അദ്ദേഹം വലിയ തൊഴിലാളി നേതാവായിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ നേതാവിനെ കണ്ടെത്തുന്നത്. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധത്തിന് ശേഷം കാമരാജ്, തമിഴ്നാട്ടിലെ കാമരാജ്, കേരളത്തിൽ കരുണാകരൻ, പിന്നെ ഇന്ദിരാഗാന്ധി, അച്യുതണ്ടൊക്കെ വളരെ വലുതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ലീഡർ, ഒരേ ഒരു ലീഡറാണ്. പത്രപ്രവർത്തകരോട് എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം കണ്ണിറക്കി കാണിക്കും. അത് എന്തെങ്കിലും പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം, വളരെ പ്രസിദ്ധമായ ഒരു പത്ര സമ്മേളനമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഒരു പ്രാവശ്യം കരുണാകരനോട്, ലീഡറോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നു, ഇത്രയും വർഷത്തെ ജീവിതം അങ്ങൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കുമ്പോൾ അദ്ദേഹം എണീറ്റ് തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ഇപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കളിയാക്കും. അത്തരത്തിൽ വളരെ മനോഹരമായ രീതി പത്രപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന, യാതൊരു ധാർഷ്ട്യവുമില്ലാത്ത ലീഡർ. അദ്ദേഹം ദീർഘകാലം, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിമാരുടെ ഒരാളാണ്. പ്രതിപക്ഷ നേതാവായിരുന്നു. 10-12 പ്രാവശ്യം MLA ആയിരുന്നു, MP ആയിരുന്നു. നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ കുറച്ച് ദിവസം വ്യവസായ മന്ത്രിയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഡൽഹി രാഷ്ട്രീയത്തെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടും, പിന്നെ കരുണാകരൻ അറിയാമെന്നുള്ളവർ പറയുന്നത് ഹിന്ദി അദ്ദേഹത്തിന് നന്നായി അറിയില്ലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം നന്നായി ഹിന്ദി പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും. ആരും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ ഹിന്ദി പഠിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ഹിന്ദി പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഡൽഹി രാഷ്ട്രീയം കുറച്ചുകൂടി വഴങ്ങിയേനെ. അവിടുത്തെ ഈ കോക്കസും ബഹളമൊക്കെ കൂടി അദ്ദേഹത്തിന് വഴങ്ങിയേനെ. അത് നടന്നില്ല. പിന്നെ AK ആൻ്റണിയുടെ ഒരു ഇടപെടലുണ്ടോ? കാരണം അന്ന് പറഞ്ഞു കേട്ടൊരു ആക്ഷേപം, AK ആൻ്റണിക്ക് ഇന്ത്യൻ പ്രസിഡൻ്റ് ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ AK ആൻ്റണിക്ക് പ്രസിഡൻ്റ് ആവണം. അതാണ് PC അലക്സാണ്ടർ തന്നെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടി മലയാള മനോരമ നന്നായി ശ്രമിച്ചു. ആ കാലഘട്ടത്തിൽ പോസിറ്റീവാണല്ലേ, നെഗറ്റീവല്ലല്ലോ, പോസിറ്റീവായി ശ്രമിച്ചു. ഒരു മലയാളി ആവുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് PC അലക്സാണ്ടർക്ക് വേണ്ട പ്രധാനമന്ത്രിയുടെ ഉണ്ടായിരുന്നു, ഉപദേഷ്ടാവായിട്ടൊക്കെ ഉണ്ടായിരുന്നു PC അലക്സാണ്ടർ. അപ്പോൾ അതിൽ AK ആൻ്റണി ഒരു ചെക്ക് വെച്ചു എന്നാണ് പറഞ്ഞത്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ AK ആൻ്റണി ജീവിച്ചിരിപ്പുണ്ടാവുന്നത് നമ്മൾ ഒരു ആക്ഷേപം എന്നുള്ള നിലയിലേ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാൽ നല്ലതാണെന്ന് ആഗ്രഹിച്ചു. പ്രതിരോധ മന്ത്രിയൊക്കെ പിന്നെയാണ് ആയത്. ഇന്ത്യൻ പ്രസിഡൻ്റ് ആവും നല്ലതല്ലേ എന്ന് AK ആൻ്റണി ആഗ്രഹിച്ചു. പക്ഷേ അപ്പോൾ ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു വാർത്തയാണ് നേരത്തെ ഇവിടെ കേൾക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അത് നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെക്ക് ഉണ്ട് എന്നും കേൾക്കുന്നു. അദ്ദേഹത്തിന് വന്ന് സ്വാധീനമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കേൾക്കുന്നു. എന്തായാലും കരുണാകരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ല, പല കാരണങ്ങളാൽ കഴിഞ്ഞില്ല. അതേസമയം കരുണാകരന് വലിയ തോതിൽ കേരളത്തിൽ ഒരുപാട് മാറ്റം, നെടുമ്പാശ്ശേരി വിമാനത്താവളം അടക്കമുള്ള കലൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയം അടക്കമുള്ള, എറണാകുളത്തുള്ള സ്റ്റേഡിയം അടക്കമുള്ള, തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഉൾപ്പെടെയുള്ള, രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ബഹുമുഖ പ്രതിഭയാണ്. തൊഴിലാളി നേതാവാണ്, രാഷ്ട്രീയക്കാരനാണ്, മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, രാജ്യസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള 1-2 കറുത്ത പാടുകൾ. ഒന്ന്, രാജൻ കേസുമായി, അടിയന്തരാവസ്ഥ കാലത്തെ രാജൻ കേസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, അച്യുത മേനോനാണ് മുഖ്യമന്ത്രി. ആ കാലഘട്ടത്തിലുണ്ടായ ഈശ്വരവാര്യർ രാജനെ തേടി വരുമ്പോഴുണ്ടാകുന്ന ചില വൈകാരിക പ്രശ്നങ്ങളുണ്ട്. അത് ഒരു വലിയ കറുത്ത പാടായിരുന്നു. പിന്നെ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്തുപോയി, ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് പോയി. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നെ DIC ഉണ്ടാക്കി. അതും ക്ലച്ച് പിടിച്ചില്ല. പിന്നെ ക്ലച്ച് പിടിക്കാതെ വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നു. വലിയ അപകടം തിരുവനന്തപുരത്ത് വെച്ച് വലിയൊരു കാർ അപകടമുണ്ടായി. അത് വലിയ വാർത്ത സൃഷ്ടിച്ച അപകടമാണ്. എന്തായാലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കേരളത്തിൽ ഒരേ ഒരു ലീഡറേ ഉള്ളൂ, അത് നമ്മുടെ കരുണാകരനാണ്. കരിങ്കാലി കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികൾ കൊണ്ടും, വളരെ കർക്കശമായ പ്രവർത്തികൾ കൊണ്ട് കരിങ്കാലി കരുണാകരൻ എന്നുമൊക്കെ ദോഷൈകതൃക്കുകൾ പറയുമായിരുന്നു. ആരെന്തൊക്കെ വിളിച്ചാലും കേരളത്തിൽ എന്തെല്ലാം കറുത്ത പാടുകളുണ്ടെങ്കിലും
ഒരേ ഒരു ലീഡറേ ഉള്ളൂ, അത് കരുണാകരൻ തന്നെയാണ്. ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ലീഡർ എന്ന് പറഞ്ഞാൽ കരുണാകരൻ തന്നെയാണ്.